1897 മഞ്ഞുകാലത്തെ ഒരു തണുത്ത പ്രഭാതം എന്നെ ആരോ കുലുക്കി വിളിച്ചുണർത്തി. കണ്ണുമിഴിച്ചു നോക്കുമ്പോൾ ഹോംസ് മുന്നിൽ നിൽക്കുന്നതാണ് കണ്ടത്. വാട്സൺ, എണീക്കേ, സംസാരിച്ചു നിൽക്കുവാൻ സമയമില്ല, എണീറ്റ് വേഗം വസ്ത്രം മാറൂ, ഹോംസ് തിരക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. 10 മിനിറ്റിനു ശേഷം ചാരിങ് ക്രോസ് സ്റ്റേഷനെ ലാക്കാക്കി ലണ്ടൻ വീഥികളിലൂടെ ഒരു കുതിരവണ്ടിയിൽ ഞങ്ങൾ കുതിച്ചു. പ്രഭാതത്തിലെ ആദ്യ സൂര്യരശ്മികൾ മഞ്ഞിന്റെ മറനീക്കി കടന്നു വരാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓരോ കപ്പ് ചൂട് ചായയും മകത്താക്കി കെന്റിഷ് ട്രെയിനിൽ കടന്നിരുന്നു. ട്രെയിൻ ചലിച്ചു തുടങ്ങിയപ്പോഴാണ് ഹോംസ് സംസാരിച്ചു തുടങ്ങിയത്. പോക്കറ്റിൽ നിന്നും ഒരു കടലാസ് വലിച്ചെടുത്ത് ഹോംസ് ഉറക്കെ വായിച്ചു. അബിഗ്രാഞ്ച് മാർഷം, കെന്റ്, 3:30 മണി. എത്രയും പ്രിയപ്പെട്ട മിസ്റ്റർ ഹോംസ്, ഒരു അസാധാരണമായ കേസിൽ താങ്കളുടെ സഹായം എത്രയും വേഗം ലഭ്യമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കേസ് താങ്കളുടെ അന്വേഷണ രീതിക്ക് യോജിച്ചതാണ്. കേസിൽ ഉൾപ്പെട്ട സ്ത്രീയെ വിട്ടയക്കുന്നതൊഴികെ ബാക്കിയെല്ലാം താങ്കൾ വന്നെത്തുന്നതുവരെ സൂക്ഷിച്ചു വയ്ക്കാം. ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ എത്തുവാൻ അപേക്ഷിക്കുന്നു. കാരണം സർ യൂസ്റ്റേസിനെ അവിടെ അങ്ങനെ ഇട്ടിട്ട് പോവാൻ ബുദ്ധിമുട്ടുണ്ട്. താങ്കളുടെ വിശ്വസ്തൻ സ്റ്റാൻലി ഹോപ്കിൻസ്. ഹോപ്കിൻസ് ഇതിനു മുമ്പ് 7 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ രസകരമായ കേസുകളായിരുന്നു, ഹോംസ് പറഞ്ഞു. ഈ കേസും ഒരു കൊല തോന്നുന്നു. സർ യൂസ്റ്റേസ് കൊല്ലപ്പെട്ടു എന്ന് താങ്കൾ വിചാരിക്കുന്നു. അങ്ങനെയാവാനാണ് സാധ്യത. ഹോപ്കിൻസിന്റെ എഴുത്തിൽ നിന്നും അയാൾ അങ്ങേയറ്റം വികാരഭരിതനാണെന്ന് കാണാം. സാധാരണഗതിയിൽ അയാൾ വികാരത്തിന് അടിമപ്പെടാറില്ല. അക്രമം നടന്നിരിക്കുന്നെന്നും മൃതശരീരം നമ്മുടെ പരിശോധനകൾക്കായി കാത്തുവെച്ച് കൊണ്ടിരിക്കുന്നെന്നും ഞാൻ ഊഹിക്കുന്നു. നാം ചിസിൽഹാസ്റ്റ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഉടൻ മറുപടി ലഭിക്കും. ഗ്രാമപാതയിലൂടെ 2 മൈലോളം സഞ്ചരിച്ച് ഞങ്ങളൊരു വലിയ ഗേറ്റിന് മുന്നിലെത്തി. വൃദ്ധനായ സൂക്ഷിപ്പുകാരൻ ഗേറ്റ് തുറന്നു തന്നു. അയാളുടെ മുഖത്തുനിന്ന് വലിയൊരു ദുരന്തം നടന്നതായി ഊഹിക്കാമായിരുന്നു. ഇരുവശവും പഴക്കം ചെന്ന തണൽ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. തോട്ടത്തിന് നടുവിലുള്ള പാതയിലൂടെ റോമൻ മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വലിയൊരു വീട്ടിന് മുന്നിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇൻസ്പെക്ടർ ഹോപ്കിൻസിന്റെ യുവത്വം നിറഞ്ഞതും ആകാംക്ഷ മുറ്റി നിൽക്കുന്നതുമായ മുഖം ഞങ്ങളെ സ്വാഗതം ചെയ്തു. മിസ്റ്റർ ഹോംസ്, താങ്കളും ഡോക്ടർ വാട്സണും വന്നെത്തിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഗൃഹനായിക താൽക്കാലികമായുണ്ടായ ബോധക്ഷയത്തിൽ നിന്ന് ഉണർന്ന് സംഭവങ്ങളുടെ ഒരു വിവരണം നൽകുകയുണ്ടായി. അതിൽ നിന്നും നമുക്ക് കാര്യമായി ഇവിടെയൊന്നും ചെയ്യാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കവർച്ചക്കാരായ ലിവിസ്ഹ സംഘത്തെ താങ്കൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ? 3 പേരടങ്ങിയ റാൻഡൽ കുടുംബമല്ലേ? അതെ, അച്ഛനും 2 പുത്രന്മാരും. ഇവിടെ നടന്നതും അവരുടെ പണിയാണ്. എനിക്കതിൽ ലവലേശം സംശയമില്ല. സിഡ്നി ഹാമിൽ 2 ആഴ്ച മുമ്പ് അവർ ഒരു ഭവനഭേദനവും മോഷണവും നടത്തുകയുണ്ടായി. അതും അവർ ചെയ്തത് തന്നെയാണ്. എനിക്കതിൽ ഒരു സംശയവുമില്ല, ഇൻസ്പെക്ടർ തറപ്പിച്ചു പറഞ്ഞു. സർ യൂസ്റ്റേസ് മരിച്ചിരിക്കുന്നു അല്ലേ? അതെ, നെരിപ്പോടിൽ തീയിളക്കുന്ന ദണ്ടുകൊണ്ട് തലയ്ക്കടിയേറ്റു. മിസ്സിസ് യൂസ്റ്റേസ് ബ്രാക്കൻസ്റ്റാൾ അവരുടെ മുറിയിൽ ദുഃഖിച്ചു കഴിയുന്നു. സാധു സ്ത്രീ. താങ്കൾ അവരെ കാണുകയും വസ്തുതകൾ അവരിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അതിനുശേഷം നമുക്ക് ഭക്ഷണമുറി പരിശോധിക്കാം. മിസ്സിസ് ബ്രാക്കൻസ്റ്റാൾ സാധാരണക്കാരിയായ സ്ത്രീയായിരുന്നില്ല. സ്ത്രീത്വം നിറങ്ങി നിൽക്കുന്ന ഭാവം, സുന്ദരമായ മുഖം. മാനസിക വേദനയ്ക്ക് പുറമേ ശാരീരിക വേദനയും അവർ അനുഭവിച്ചുവെന്ന് വ്യക്തം. ഒരു കണ്ണിന് മുകളിലായി ചതഞ്ഞ് വീങ്ങിയിരിക്കുന്നത് കണ്ടു. ഇവർ ഭക്ഷണം അവിടം കണ്ടിട്ടാണോ വരുന്നത്? ആ സ്ത്രീ ഞങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു. അല്ല, ഭവതിയുടെ കഥ ആദ്യം കേട്ടിട്ടാവാം എന്ന് ഞാൻ കരുതി, ഹോപ്കിൻസ് പറഞ്ഞു. താങ്കൾ കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ 2 പേരും ഇരിക്കുക. ഇന്നലെ നടന്ന സംഭവങ്ങൾ ഞാൻ പറയാം. സർ യൂസ്റ്റേസ് ബ്രാക്കൻസ്റ്റാളിന്റെ ഭാര്യയാണ് ഞാൻ. ഞങ്ങളുടെ വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായി. ഞങ്ങളുടെ വിവാഹ ജീവിതം
സന്തോഷകരമായ ഒന്നല്ലെന്ന വസ്തുത ഞാൻ മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. ഒരുപക്ഷെ അതിന്റെ കുറ്റം ഭാഗികമായി എന്റേതാവാം. ഞാൻ വളർന്ന ചുറ്റുപാടുകൾ ഇവിടത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കുറെ കൂടി സ്വതന്ത്രമായ ആസ്ട്രേലിയൻ ചുറ്റുപാടുകളിലാണ് ഞാൻ വളർന്നത്. ഈ ഇംഗ്ലീഷ് ജീവിതത്തിൻ്റെതായ യാഥാസ്ഥിതികാവകാശങ്ങൾ എനിക്ക് ഇണങ്ങിയതല്ല. എന്നാൽ പ്രധാന കാരണം അതൊന്നുമല്ല. സർ യൂസ്റ്റേസിന്റെ അമിതമായ മദ്യപാനമാണത്. അത്തരക്കാരനായ ഒരു മനുഷ്യന്റെ കൂടെയുള്ള 1 മണിക്കൂർ ജീവിതം പോലും അസഹനീയമായി തോന്നും. ഒന്ന് നിർത്തി അവർ തുടർന്നു. കഴിഞ്ഞ രാത്രിയെക്കുറിച്ച് ഞാൻ പറയാം. ഈ വീട്ടിലെ ഭൃത്യരെല്ലാം പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ള ഭാഗത്താണ് ഉറങ്ങുക. മധ്യഭാഗത്തുള്ള മുറികളിൽ ഞങ്ങൾ കഴിയുന്നു. അടുക്കള പിൻഭാഗത്തും ഞങ്ങളുടെ ഉറക്കറകൾ മുകളിലുമാണ്. എന്റെ ഭൃത്യ തെരേസ എന്റെ മുറിക്ക് മുകളിലുള്ള മുറിയിലാണ് ഉറങ്ങുന്നത്. മറ്റാരും ഈ ഭാഗത്ത് ഉറങ്ങുന്നില്ല. സർ യൂസ്റ്റേസ് 10:30 മണിയോടെ ഉറങ്ങാനായി പോയി. ഭൃത്യർ അതിനു മുമ്പ് തന്നെ ഉറങ്ങാൻ പോയിരുന്നു. എന്റെ ഭൃത്യ മാത്രം ഉറങ്ങാതെ അവളുടെ മുറിയിൽ എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാധിക്കാനായി കാത്തിരുന്നു. 11 മണിവരെ ഞാൻ ഈ മുറിയിൽ വായനയിൽ മുഴുകിയിരുന്നു. അതിനുശേഷം പതിവ് പോലെ മുറികളുടെ വാതിലുകളെല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാൻ ചുറ്റിക്കറങ്ങി. ഭക്ഷണമുറിയിലെ ജനാല തുറന്നാണ് കിടക്കുന്നതെന്ന് മനസ്സിലായി. ഞാൻ ജനൽ കർട്ടൻ വലിച്ചു മാറ്റി. കർട്ടന് പിന്നിൽ അജാനുബാഹുവായ ഒരാൾ നിൽക്കുന്നതാണ് കണ്ടത്. ഞാൻ എൻ്റെ കയ്യിലിരുന്ന മെഴുകുതിരി ഉയർത്തിപ്പിടിച്ചു നോക്കി. അയാൾക്ക് പിന്നാലെ മറ്റു 2 പേർ കൂടി ജനാല വഴി ഉള്ളിലേക്ക് കടക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ ഭയന്നു, പിന്നാക്കം മാറി. ഞാൻ അലറുവാനായി വായ് പൊളിച്ചു. പക്ഷേ അപ്പോഴേക്കും അയാൾ എൻ്റെ കണ്ണിന് മുകളിൽ കൈസുരുട്ടിയിടിച്ചു. ഞാൻ നിലത്ത് വീണു. ഞാൻ കുറെ സമയത്തേക്ക് അബോധാവസ്ഥയിൽ ആയിരുന്നിരിക്കാം. പിന്നീട് എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് കയർ കൊണ്ട് എന്നെ വലിയ ഓക്ക് കസേരയിൽ ഇരുത്തി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. ശബ്ദിക്കാതിരിക്കാൻ വായിൽ ഒരു ടവലും കുത്തിത്തിരികെയിരുന്നു. ഈ അവസരത്തിലാണ് ഭർത്താവിന്റെ വരവ്. സംശയകരമായ എന്തോ ശബ്ദങ്ങൾ അദ്ദേഹം കേട്ടിരിക്കണം. കയ്യിൽ സാധാരണ കൊണ്ടു നടക്കാറുള്ള കുറുവടിയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരാളുടെ നേരെ വടിയും ഓങ്ങി. അപ്പോൾ മറ്റൊരുവൻ കുനിങ്ങി നിലത്ത് കിടന്നിരുന്ന പോക്കർ എടുത്ത് അദ്ദേഹത്തിന്റെ തലയ്ക്ക് ആഞ്ഞടിച്ചു. ഒരു ഞരക്കം പോലും ഇല്ലാതെ അദ്ദേഹം താഴെ വീണു. പിന്നീടൊന്ന് അനങ്ങുക പോലും ചെയ്തില്ല. ഞാൻ വീണ്ടും ബോധരഹിതയായി. പിന്നെ ഞാൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് അലമാരിയിൽ നിന്നും അവർ വെള്ളിപ്പാത്രങ്ങളും 1 കുപ്പി വൈനും കൈക്കലാക്കിയിരിക്കുന്നതാണ്. അവർ അച്ഛനും 2 മക്കളുമാവാനാണ് സാധ്യത. മൂവരും ചേർന്ന് രഹസ്യമായി എന്തോ സംസാരിച്ചു. അവസാനം അവർ ജനലിലൂടെ തന്നെ പുറത്തിറങ്ങി. എന്റെ വായിൽ തിരികിയിരുന്ന തുണി വളരെ പണിപ്പെട്ട് 1/4 മണിക്കൂർ കൊണ്ട് ഞാൻ വലിച്ചെടുത്തു. എന്റെ ഉറക്കെയുള്ള കരച്ചിൽ ഭൃത്യയെ ഉണർത്തി. ബാക്കി ഭൃത്യരും ഓടിയെത്തി. പോലീസിലേക്ക് വിവരമറിയിച്ചു. ഇത്രയുമാണ് യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഭക്ഷണമുറിയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഭൃത്യയെ നോക്കി ഹോംസ് പറഞ്ഞു. അവർ വീട്ടിനുള്ളിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവരെ കണ്ടിരുന്നു. ഭൃത്യ പറഞ്ഞു. എന്റെ കിടപ്പുമുറിയുടെ ജനലിൽ ഇരിക്കുമ്പോൾ അവർ 3 പേരും ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നത് നിലാവെളിച്ചത്തിൽ ഞാൻ കണ്ടിരുന്നു. എന്നാൽ അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് യജമാനത്തിയുടെ നിലവിളി കേൾക്കുന്നത്. ഉടനെ ഞാൻ താഴേക്ക് ഓടി. അവിടെ പാവം അവർ പറഞ്ഞ അവസ്ഥയിൽ ഞാൻ അവരെ കണ്ടു. അദ്ദേഹം ആവട്ടെ തലച്ചോറും രക്തവും മുറിയാകെ ചിതറിയ മട്ടിലും. ഹോംസിന്റെ മുഖത്ത് കണ്ടിരുന്ന താല്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. കേസിന്റെ എല്ലാ വശ്യതയും നഷ്ടപ്പെട്ടതാണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. ഹോംസിന്റെ ശ്രദ്ധ ആകർഷിക്കണമെങ്കിൽ ഒരു കേസിൽ അസാധാരണവും നിഗൂഢവും ബുദ്ധിശക്തിയെ വെല്ലുവിളിക്കുന്നതുമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിലും അബിഗ്രഞ്ചിലെ ഭക്ഷണമുറിയിലെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ ഹോംസിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റത്തക്ക വിധത്തിലുള്ളതായിരുന്നു. അത് ഉയർന്ന തട്ടുള്ളതും വിശാലവുമായ മുറിയായിരുന്നു. കലമാൻ കൊമ്പുകളും തലകളും പ്രാചീന ആയുധങ്ങളും കൊണ്ട് ചുവരാകെ അലങ്കരിച്ചിരുന്നു. വാതിലിൽ നിന്ന് അകന്നു മാറി
വിശാലമായ ഫ്രഞ്ച് ജനാല കണ്ടു. ഈ ജനാല വഴിയാണ് അക്രമികൾ ഉള്ളിൽ കടന്നത്. വലതുവശത്തായി 3 ചെറിയ ജനാലകൾ കൂടി കണ്ടു. മുറിയുടെ ഇടതുഭാഗത്ത് നെരുപ്പോടും അതിനു മുകളിലായി ഓക്കുകൊണ്ടുള്ള വലിയ ചുവർ അലമാരിയും സ്ഥിതി ചെയ്തിരുന്നു. അടുപ്പിന് സമീപം ഓക്കുകൊണ്ടുള്ള ഒരു കസേരമേൽ ചുറ്റി അടിവശത്തെ ചട്ടത്തിന്മേൽ ബന്ധിപ്പിച്ച നിലയിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ചരട് കണ്ടു. കടുവാത്തോൽ കൊണ്ടുള്ള പരവതാനിയിൽ ഏതാണ്ട് 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആരോഗ്യമുള്ള ഒരു വലിയ മനുഷ്യന്റെ ജഡം കിടന്നിരുന്നു. മുഖം മുകളിലേക്ക് തിരിച്ച് അയാൾ മലർന്നു കിടന്നിരുന്നു. ചുരുട്ടിയ മുഷ്ടികൾ രണ്ടും തലയ്ക്ക് മുകളിലായി വെച്ചിരിക്കുന്നു. കൈകൾക്കടുത്ത് കനം കൂടിയ ഒരു കുറുവടി. അയാളുടെ മുഖം പൈശാചികമായ ഒരു ഭാവമായിരുന്നു കൈക്കൊണ്ടിരുന്നത്. അയാളുടെ തലയ്ക്ക് മാരകമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. തലക്കേറ്റ ആഘാതത്തിന്റെ കാഠിന്യം മൂലം വളങ്ങിപ്പോയ ഇരുമ്പുതണ്ട് തറയിൽ കിടന്നിരുന്നു. ഇരുമ്പുതണ്ടും അത് ഏൽപ്പിച്ച മാരകമായ പരിക്കും ഹോംസ് വിശദമായി പരിശോധിച്ചു. ആക്രമികളിൽ പ്രായം ചെന്ന റാൻഡൽ എന്നയാൾ ശക്തനായ മനുഷ്യനായിരിക്കണം, ഹോംസ് അഭിപ്രായപ്പെട്ടു. അതെ, ഇൻസ്പെക്ടർ പറഞ്ഞു. കക്ഷിയാണ് അയാൾ. പിടികൂടാൻ താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഹോംസ് ചോദിച്ചു. ഒട്ടും തന്നെയില്ല. അയാളെ ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആട്ടെ, ഹോപ്കിൻസ് മരിച്ച മനുഷ്യനെ കുറിച്ച് എന്തു പറയുന്നു? ഇയാളെക്കുറിച്ച് ചില വിചിത്ര കഥകൾ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഹോംസ് പറഞ്ഞു. ഇയാൾ കുടിക്കാതിരിക്കുമ്പോൾ നല്ലൊരു മനുഷ്യനാണ്, എന്നാൽ മദ്യപിച്ചിരിക്കുമ്പോൾ ശരിയായ പിശാചാണ്. എന്തു ചെയ്യുന്നതിനും മടിക്കാറുമില്ല. ഭാര്യയുടെ വളർത്തു നായയുടെ മേൽ ഒരിക്കൽ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തുവെന്ന വാർത്ത പരന്നിട്ടുണ്ട്. മറ്റൊരിക്കൽ ഒരു സ്ഫടിക കുപ്പി കൊണ്ട് വൃത്തിയായ തെരേസയെ എറിഞ്ഞു. അതും വലിയ കുഴപ്പമുണ്ടാക്കിയ സംഭവമാണ്. ഏയ്, എന്താണ് നോക്കുന്നത്? ഇൻസ്പെക്ടറുടെ ചോദ്യം കേട്ട് നോക്കുമ്പോൾ കണ്ടത് ഹോംസ് മുട്ടിന്മേൽ കസേരയ്ക്ക് അടുത്തുനിന്ന് സ്ത്രീയെ ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ച ചുവന്ന ചരട് ദത്തശ്രദ്ധനായി പരിശോധിക്കുന്നതാണ്. ഇത് മണിയിന്മേൽ തൂക്കിയിരുന്ന ചരടാണ്. ഇത് വലിച്ചു പൊട്ടിച്ചപ്പോൾ അടുക്കളയിൽ തൂക്കിയിട്ടുള്ള മണി വലിയ ശബ്ദത്തിൽ മുഴങ്ങിയിട്ടുണ്ടാവണം, ഹോംസ് പറഞ്ഞു. ആരും അത് കേൾക്കില്ല, കാരണം അടുക്കള സ്ഥിതി ചെയ്യുന്നത് വീട്ടിൽ നിന്നും അകന്ന് പിന്നിലാണ്. ആരും അത് കേൾക്കില്ലെന്ന് കള്ളനെ എങ്ങനെ അറിയാം? അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് അയാൾ മണിയിൽ ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടിക്കാനായി വലിച്ചത്? ഹോംസ് ചോദിച്ചു. അതെ ഹോംസ്, അതെ, സുപ്രധാന ചോദ്യമാണത്. കള്ളനെ ഈ വീടിനെക്കുറിച്ചും ഇതിന്റെ ചുറ്റുപാടുകളെക്കുറിച്ചും നല്ല അറിവുണ്ടായിരിക്കണം. അവർ എന്തൊക്കെ സാധനങ്ങൾ മോഷ്ടിച്ചു? അങ്ങനെ അധികമൊന്നും കൊണ്ടുപോയിട്ടില്ല. അലമാരിയിൽ നിന്നും 1/2 ഡസനോളം പാത്രങ്ങൾ മാത്രം. ഒപ്പം അവർ അല്പം വീഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ കുടിച്ച 3 ഗ്ലാസുകളും ഒരുമിച്ച് ചേർന്നിരുന്നു. എല്ലാ ഗ്ലാസ്സിലും വീഞ്ഞിന്റെ നിറം പറ്റിപ്പിടിച്ചിരുന്നു. ഒരു ഗ്ലാസ്സിൽ മാത്രം വീഞ്ഞിന്റെ മട്ടും പതയും കണ്ടു. തൊട്ടടുത്ത 1/4 ഭാഗത്തോളം മദ്യം നിറഞ്ഞ കുപ്പിയും അതിനു സമീപം വീഞ്ഞിൽ കുതിർന്ന നീളമുള്ള കോർക്കും കണ്ടു. പെട്ടെന്ന് ഹോംസിന്റെ ഭാവത്തിനും രീതികൾക്കും മാറ്റം സംഭവിച്ചു. കോർക്ക് കയ്യിലെടുത്ത് സൂക്ഷ്മമായി അദ്ദേഹം പരിശോധിച്ചു. ഈ കുപ്പി തുറന്നിരിക്കുന്നത് ഒരു പോക്കറ്റ് സ്ക്രൂ ഉപയോഗിച്ചാണ്, മിക്കവാറും ചെറിയൊരു പിച്ചാത്തിയുടെ മറുവശത്തുള്ള സ്ക്രൂ. ഈ മനുഷ്യനെ പിടികൂടുമ്പോൾ അയാളുടെ കൈവശം ഒരു താക്കോൽ കൂട്ടത്തിന്മേൽ പലതരം പേനാ കത്തികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്ഭുതകരം, ഹോപ്കിൻസ് ആശ്ചര്യപ്പെട്ടു. എന്നാൽ ഈ ഗ്ലാസുകളാണ് എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ലേഡി ബ്രാക്കൻസ്റ്റാൾ ആക്രമികൾ 3 പേരും കുടിക്കുന്നത് ശരിക്കും കണ്ടതല്ലേ? ഉവ്, അവർക്കതിനെക്കുറിച്ച് വ്യക്തമായ ഓർമ്മയുണ്ട്. എങ്കിലിനി ഒന്നും പറയാനില്ല. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. റാൻഡലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ വിവരമറിയിക്കുക. മാത്രമല്ല, അതിനോടകം മറ്റു പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അറിയിക്കുക. ഞങ്ങൾ യാത്ര പുറപ്പെടുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ ഞാൻ ഹോംസിന്റെ മുഖം ശ്രദ്ധിച്ചു. താൻ നിരീക്ഷിച്ച എന്തോ ഒന്ന് അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയിരിക്കെ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ പട്ടണപ്രാന്തത്തിലുള്ള ഒരു സ്റ്റേഷനിലൂടെ വേഗം വളരെ കുറഞ്ഞ് ഇഴഞ്ഞു നീങ്ങവേ ഹോംസ്
എന്നെയും വലിച്ചുകൊണ്ട് പെട്ടെന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ചാടി ഇറങ്ങി. വാട്സൺ, ക്ഷമിക്കണം. ഈ കേസ് ഈ രൂപത്തിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്റെ സഹജബോധം അതിന് എതിരായി നിരന്തരം മുറവിളി കൂട്ടുന്നു. ആ സ്ത്രീ പറഞ്ഞ കഥ ദയാദാക്ഷിണ്യം കൂടാതെ നാം വിശകലനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സംശയാസ്പദമായ അംശങ്ങൾ കാണാൻ കഴിയും. 2 ആഴ്ച മുമ്പ് സിഡൻഹാമിൽ ഈ മോഷ്ടാക്കൾ നല്ലൊരു കൊയ്ത്താണ് നടത്തിയത്. അവരെക്കുറിച്ചും അവരുടെ രൂപത്തെക്കുറിച്ചും മറ്റും പത്രങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. അതിനാൽ ആർക്കെങ്കിലും ഈ മോഷ്ടാക്കളുടെ മേൽ പഴിചാരണമെങ്കിൽ അത് എളുപ്പമാണ്. ഒരിക്കൽ നല്ലൊരു കൊയ്ത്ത് നടത്തിയാൽ ആ മോഷ്ടാവ് കുറെ കാലത്തേക്ക് കിട്ടിയത് ചിലവഴിച്ചുകൊണ്ട് അടങ്ങിയൊതുങ്ങി ഇരിക്കാറുള്ളതാണ് പതിവ്. മാത്രവുമല്ല, കരയാതിരിക്കാൻ വേണ്ടി സ്ത്രീകളെ മോഷ്ടാക്കൾ മർദ്ദിക്കുക എന്നതും അസാധാരണമാണ്. ഇതിനും പുറമെ എണ്ണത്തിൽ അധികമുള്ള മോഷ്ടാക്കൾ എതിരാളി ഒരാൾ മാത്രമേ ഉള്ളുവെങ്കിൽ അയാളെ കൊന്നു കളയുക എന്നതും അസാധാരണമാണ്. എല്ലാറ്റിലും ഉപരിയായി വളരെ കൂടുതൽ കൊള്ളയടിക്കാമായിരുന്നിട്ടും വളരെ കുറച്ച് കൈക്കലാക്കി അവർ മടങ്ങിയതും അസാധാരണമാണ്. ഒന്നുകൂടി ഞാൻ പറയാം, അവരെ പോലുള്ള മോഷ്ടാക്കൾ മദ്യക്കുപ്പിയിൽ പകുതി വെച്ചിട്ട് പോയതും അസാധാരണമാണ്. വാട്സന് ആ ഗ്ലാസുകളുടെ രൂപം ഭാവനയിൽ കാണാൻ കഴിയുമോ? വ്യക്തമായി ഞാൻ കാണുന്നു. 3 ആളുകൾ കൂടി നമ്മോട് പറയുകയുണ്ടായി. പക്ഷേ ഊറലും മട്ടും ഒരു ഗ്ലാസ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വസ്തുത താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ തന്നെ പറയാം. 2 ഗ്ലാസുകൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. 2 ഗ്ലാസുകളിലെയും മട്ടും അവശിഷ്ടവും കൂടി 3ാമത്തെ ഗ്ലാസ്സിലേക്ക് പകർന്നതാണ്. 3 ആളുകൾ ഉണ്ടായിരുന്നു എന്ന തെറ്റായ ധാരണ നൽകാനാണ് അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് മുഴുവൻ മട്ടും അവശിഷ്ടവും കൂടി 3ാമത്തെ ഗ്ലാസ്സിൽ മാത്രമായി വന്നു ചേർന്നിട്ടുള്ളത്. ഈ ചെറിയ പ്രതിഭാസത്തിന് മതിയായ വിശദീകരണം കൊടുക്കാൻ എനിക്ക് സാധിച്ചാൽ ആ നിമിഷം ഈ കേസിന്റെ സ്വഭാവം മാറി. അതോടെ ലേഡി ബ്രാക്കൻസ്റ്റാളും അവരുടെ വൃത്തിയും കൽപ്പിച്ചുകൂട്ടി നമ്മോട് കളവ് പറയുകയായിരുന്നു എന്ന് വരുന്നു. യഥാർത്ഥ കുറ്റവാളിയെ മറച്ചുവെക്കാനും രക്ഷിക്കാനും അവർക്ക് കാരണങ്ങൾ ഉണ്ടെന്നും വരുന്നു. അതുകൊണ്ട് അവരിൽ നിന്ന് സഹായമൊന്നും കൂടാതെ തന്നെ നാം ഇതിന്റെ കുരു കഴിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് മുമ്പാകെയുള്ള ദൗത്യം അതാണ്. വാട്സൺ, ചിസിൽഹസ്റ്റ് ട്രെയിൻ അതാ വരുന്നു. ഞങ്ങളുടെ പെട്ടെന്നുള്ള തിരിച്ചുവരവിൽ അബിഗ്രേഞ്ചിലെ അന്തേവാസികൾ ഏറെ അത്ഭുതപ്പെടാതിരുന്നില്ല. സ്റ്റാൻലി ഹോപ്കിൻസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുന്നു എന്നറിഞ്ഞ ഹോംസ് ഭക്ഷണമുറിയിൽ കടന്ന് അത് ഉള്ളിൽ നിന്നും അടച്ചു പൂട്ടിയിട്ട് 2 മണിക്കൂറോളം നീണ്ടുനിന്ന അതിസൂക്ഷ്മവും അതികഠിനവുമായ അന്വേഷണങ്ങളിലും പരിശോധനകളിലും ഏർപ്പെട്ടു. ഹോംസ് ചുവരലമാരയുടെ മുകളിലേക്ക് പൊത്തിപ്പിടിച്ചു കയറി. അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഏതാനും ഇഞ്ച് മുകളിലായി മണിയോട് ബന്ധിപ്പിച്ചുള്ള ചരടിന്റെ ബാക്കി ഭാഗം നോക്കി അദ്ദേഹം അവിടെ നിന്നു. അതിനോട് കുറെ കൂടി അടുക്കാൻ ഭിത്തിയിൽ മുകളിലായി ഉറപ്പിച്ചിട്ടുള്ള തടി കൊണ്ടുള്ള തട്ടിൽ ചവിട്ടിക്കയറി. അവിടെ നിന്ന് കൈ എത്തിച്ചപ്പോൾ മുറിഞ്ഞ ചരട് അദ്ദേഹത്തിന്റെ കൈക്ക് വളരെ അടുത്തെത്തി. എന്നാൽ ചുവരിൽ പിടിപ്പിച്ചിട്ടുള്ള തടി കൊണ്ടുള്ള ഈ തട്ടാണ് ഹോംസിന്റെ ശ്രദ്ധ ഏറെ ആകർഷിച്ചത്. താഴെ ഇറങ്ങി വന്നതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, അനുമാനങ്ങൾ ശരിയായ ദിശയിലാണ്. മണിയെ ബന്ധിപ്പിച്ചിരുന്ന ചരടിന്റെ മുകളിൽ തൂങ്ങുന്ന അറ്റം പിഞ്ചിയിട്ടില്ല. കത്തി കൊണ്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഊഹിക്കാം. അയാൾക്ക് ഒരു ചരട് വേണമായിരുന്നു. മണിയുടെ ചരട് വലിച്ചു പൊട്ടിക്കുക സാധ്യമല്ല. കാരണം ചരടിൽ ബലം പ്രയോഗിക്കുമ്പോൾ മണി അടിക്കും. അപ്പോൾ മറ്റു ഭൃത്യർ ഉണരും. അയാൾ അപ്പോൾ എന്തു ചെയ്തു? അയാൾ അലമാരയുടെ മുകളിൽ ചാടിക്കയറി. എന്നിട്ടും കൈ എത്താതെ വന്നതിനാൽ ചുവരിൽ പിടിപ്പിച്ചിട്ടുള്ള മരത്തിന്റെ തട്ടിൽ എത്തി നിന്ന് പേന കത്തിക്കൊണ്ട് ചരട് മുറിച്ചു. മരത്തിന്റെ തട്ടിലെ പൊടിയിൽ അയാൾ ഏൽപ്പിച്ച അടയാളം തെളിഞ്ഞു കാണാം. ആ വോക്ക് കസേരയിൽ പാടുക ശ്രദ്ധിച്ചു. രക്തം. ഞാൻ പറഞ്ഞു, തീർച്ചയായും അത് രക്തമാണ്. ഈ ഒറ്റ സംഗതി കൊണ്ട് തന്നെ ആ സ്ത്രീയുടെ കഥ അസത്യമാണെന്ന് വരുന്നു. കൊലപാതകം നടക്കുമ്പോൾ ആ സ്ത്രീ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ ആ അടയാളം എങ്ങനെ അവിടെ ഉണ്ടായി?
അപ്പോൾ അവരുടെ ഭർത്താവിന്റെ മരണം നടന്നതിന് ശേഷമാണ് അവരെ ആ കസേരയിൽ ഇരുത്തിയിട്ടുള്ളത്. നാം പരാജയപ്പെട്ടിട്ടില്ല വാട്സൺ. ഭൃത്യ തെരേസയോട് അല്പം ചിലത് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭൃത്യ തെരേസ സംസാരത്തിൽ പിശുക്കിയും ആരെയും സംശയത്തോടെ വീക്ഷിക്കുന്ന ആളുമായിരുന്നു. തന്റെ യജമാനനോട് തനിക്ക് വെറുപ്പുണ്ടായിരുന്നു എന്ന വസ്തുത മറച്ചുവെക്കാനൊന്നും അവർ ശ്രമിച്ചില്ല. അയാൾ എക്കാലവും എന്റെ യജമാനത്തെ ഉപദ്രവിക്കുകയായിരുന്നു. അവരാകട്ടെ അഭിമാനത്തെ കരുതി പരാതി പറയാറുമില്ല. അയാൾ അവരോട് കാട്ടിയിട്ടുള്ള ക്രൂരത മുഴുവൻ എന്നോട് പോലും പറയില്ല. 18 മാസം മുമ്പ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ അയാൾ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. എന്റെ യജമാനത്തെ അപ്പോൾ ലണ്ടനിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചമ്മയുടെ ആദ്യത്തെ കപ്പൽ യാത്രയായിരുന്നു അത്. അയാളുടെ സ്ഥാനമഹത്വവും പണക്കൊഴുപ്പും ലണ്ടൻ പരിഷ്കാരങ്ങളും കൊച്ചമ്മയെ മയക്കിക്കളഞ്ഞു. കൊച്ചമ്മയ്ക്ക് തെറ്റിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി, ഒരു സ്ത്രീയും അനുഭവിക്കാത്ത തരത്തിൽ. ഞങ്ങൾ ജൂലൈയിലാണ് അയാളെ കണ്ടുമുട്ടിയത്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് അവർ തമ്മിൽ വിവാഹിതരായത്. കൊച്ചമ്മ എപ്പോഴും മുറിയിൽ തന്നെയുണ്ട്. അവർ നിങ്ങളെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അധികം ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. കാരണം ഒരു മനുഷ്യ സ്ത്രീക്ക് താങ്ങാവുന്നതിലും അധികം അവർ അനുഭവിച്ചു കഴിഞ്ഞു. ഇതായിരുന്നു ഭൃത്യ തെരേസ പറഞ്ഞ വിവരങ്ങളുടെ ഒരു ഏകദേശ രൂപം. ഭൃത്യയോടൊപ്പം ഞങ്ങൾ വീണ്ടും അവരുടെ മുറിയിലേക്ക് പോയി. അവൾ അപ്പോഴും അതേ കിടക്കയിൽ കിടക്കുകയായിരുന്നു. ഏറ്റവും ഹൃദ്യമായ ശബ്ദത്തിൽ ഹോംസ് പറഞ്ഞു, ലേഡി ബ്രാക്കൻസ്റ്റാൾ, ഭവതി അങ്ങേറ്റം ദുരിതങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമുണ്ട്. എന്നെ ഒരു സുഹൃത്തായി കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുമെങ്കിൽ ആ വിശ്വാസം ഞാൻ കാത്തുരക്ഷിക്കുന്നതാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നോട് സത്യം തുറന്നു പറയുക മിസ്റ്റർ ഹോംസ്. ഇല്ല, നുണ കൊണ്ട് ഒരു പ്രയോജനമുണ്ടാകില്ല. ഞാൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ കഥ പൂർണ്ണമായും കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. പരിഭ്രമത്തോടെ വിളറിയ മുഖവുമായി യജമാനത്തെയും വൃത്തിയും ഹോംസിനെ തുറച്ചു നോക്കി. ആ സ്ത്രീയുടെ മുഖത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന ഭാവം കണ്ടു. എന്നാൽ അടുത്ത നിമിഷം തന്നെ ഉറച്ച ശബ്ദത്തിൽ അവർ പറഞ്ഞു, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹോംസ് ഹാറ്റ് കയ്യിലെടുത്തു. വിരക്തി പ്രകടിപ്പിക്കുന്ന ഭാവത്തിൽ തോൾ ചലിപ്പിച്ചു. ഞാൻ ഖേദിക്കുന്നു. ഇത് മാത്രം പറഞ്ഞിട്ട് ഹോംസും ഞാൻ പുറത്തേക്കിറങ്ങി. പൂന്തോട്ടത്തിൽ ഒരു കുളമുണ്ടായിരുന്നു. ഇതിനെ ലാക്കാക്കി ഹോംസ് നടന്നു. തണുപ്പ് മൂലം അതിലെ വെള്ളം ഐസ് കട്ടയായി കിടന്നിരുന്നു. എന്നാൽ അതിനിടയിൽ ചെറിയൊരു വൃത്താകൃതിയിൽ ഐസ് ഇല്ലാത്ത ഭാഗത്ത് ഒരു അരയന്നം കിടന്നിരുന്നു. ഐസിലെ ദൂരവും അവിടെ കിടക്കുന്ന അരയന്നവും നോക്കി ഹോംസ് അല്പം നിന്നു. അതിനുശേഷം ഗേറ്റിനെ ലക്ഷ്യമാക്കി നടന്നു. അവിടെ നിന്ന് അദ്ദേഹം ചെറിയൊരു കുറിപ്പെഴുതി. ഇൻസ്പെക്ടർ ഹോപ്കിൻസിനെ ഏൽപ്പിക്കാൻ കാവൽക്കാരൻ വശം കൊടുത്തയച്ചു. ലെയ്ഡ് സൗത്താംപ്ടൺ കപ്പൽ കമ്പനിയുടെ ഓഫീസാണ് നമ്മുടെ അടുത്ത പ്രവർത്തന മേഖല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പാൾമാളിലാണ്. നമുക്ക് നോക്കാം, ഹോംസ് പറഞ്ഞു. ഹോംസിന്റെ വിസിറ്റിംഗ് കാർഡ് കണ്ടപ്പോൾ കമ്പനി മാനേജർ എല്ലാ സഹായവും ചെയ്തു തന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരവും നിമിഷ നേരം കൊണ്ട് ലഭിച്ചു. 1895 അവരുടെ ഒരു കപ്പൽ മാത്രമേ ഇംഗ്ലണ്ട് തുറമുഖത്ത് വന്നിട്ടുള്ളൂ. റോക്ക് ഓഫ് ജിബ്രാൾട്ടർ എന്ന അവരുടെ വലിപ്പമേറിയ ഏറ്റവും നല്ല കപ്പൽ. യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ചതിൽ നിന്നും അഡിലെയ്ഡിലുള്ള മിസ് ഫ്രൈസറും അവരുടെ ഭൃത്യയും കൂടി ആ കപ്പലിൽ സഞ്ചരിച്ചിരുന്നതായി കണ്ടു. ആ കപ്പൽ ഇപ്പോൾ കടലിലാണ്. 1895 യാത്രാവേളയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ ഒഴികെ ബാക്കിയെല്ലാ ജോലിക്കാരും ഇപ്പോഴും ആ കപ്പലിലുണ്ട്. ആ ഒരാൾ മിസ്റ്റർ ജാക്ക് റോക്കറാണ്. അയാൾക്ക് ക്യാപ്റ്റനായി പ്രൊമോഷൻ കിട്ടി. ഈ കമ്പനിയുടെ തന്നെ പുതിയ കപ്പലിന്റെ ചുമതല ഏറ്റെടുക്കുവാനാണ് അയാൾ ഇവിടെ തങ്ങിയത്. ഇവിടെ നിന്നും ആ കപ്പൽ 2 ദിവസത്തിനുള്ളിൽ പുറപ്പെടും. അയാൾ സൈഡൻഹാമിലാണ് താമസിക്കുന്നത്. അയാൾ കമ്പനി ഓഫീസിലെത്താൻ സമയമായി. കാത്തിരിക്കാമെങ്കിൽ അയാളെ കാണാം. ഞങ്ങൾക്ക് ഇത്രയും വിവരം ലഭിച്ചപ്പോൾ ക്യാപ്റ്റൻ ജാക്ക് റോക്കറുടെ സ്വഭാവത്തെക്കുറിച്ചും
ജോലിയുടെ മുൻകാല ചരിത്രത്തെക്കുറിച്ചും ഹോംസ് ആരാഞ്ഞു. വിശ്വസ്തനും ഹൃദയവാലുമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിലേക്ക് മടങ്ങിപ്പോന്നു. വൈകുന്നേരത്തിന് മുമ്പായി ഇൻസ്പെക്ടർ സ്റ്റാൻലി ഹോപ്കിൻസ് ഞങ്ങളെ സന്ദർശിച്ചു. മിസ്റ്റർ ഹോംസ്, ഇൻസ്പെക്ടർ പറഞ്ഞു, മനുഷ്യനതീതമായ ചില ശക്തികൾ താങ്കൾക്കുണ്ടെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ ആ കുളത്തിന്റെ അടിത്തട്ടിലുണ്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഓഹോ, അപ്പോൾ താങ്കൾക്കത് ലഭിച്ചു? ഉവ്, അവിടെ നിന്ന് ലഭിച്ചു. പക്ഷേ കാര്യങ്ങൾ കുഴങ്ങി മറിയുകയാണ്. വസ്തുതകൾ മോഷ്ടിക്കുകയും പിന്നീട് അടുത്ത് കാണുന്ന കുളത്തിലേക്കത് വലിച്ചെറിയുകയും ചെയ്യുക. എന്തുതരം മോഷ്ടാക്കളാണ് അതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് നിർത്തി ഇൻസ്പെക്ടർ തുടർന്നു, ഇതിനേക്കാളൊക്കെ വലിയൊരു തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ് എനിക്കിപ്പോൾ. റാണ്ടാൾ സംഘം അച്ഛനും 2 മക്കളും ഇന്ന് രാവിലെ ന്യൂയോർക്കിൽ വെച്ച് അറസ്റ്റിലായിട്ടുണ്ട്. പൊന്ന് ചങ്ങാതി, അത് താങ്കളുടെ നിഗമനങ്ങളെ ആകെ തകിടം മറിച്ചിരിക്കുന്നല്ലോ. റാണ്ടാൾ സംഘമാണ് ഇത് നടത്തിയെന്നായിരുന്നല്ലോ താങ്കളുടെ അഭിപ്രായം. ഇന്നലെ രാത്രി കെന്റിൽ ഈ കൊലപാതകം നടത്തിയിട്ട് ഇത്ര അകലെയുള്ള ന്യൂയോർക്കിൽ ഇന്ന് രാവിലെ അവരെ കണ്ടെത്തുക എന്നത് അസംഭ്യമാണല്ലോ. ഉവ്, ഗുരുതരമായ തെറ്റാണ് എനിക്ക് പറ്റിയത്. റാണ്ടാൾ സംഘം കൂടാതെ 3 സംഘങ്ങൾ വേറെയും ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. അവരിൽ ആരെങ്കിലും ആയിരിക്കാം ഇത് ചെയ്തത്. തീർച്ചയായും അത് തികച്ചും സംഭവ്യമാണ്. ഹോംസ് ഇൻസ്പെക്ടറെ പിന്താങ്ങി. അത്താഴത്തിനു ശേഷം മേശ വെടുപ്പാക്കി കഴിഞ്ഞ് ഈ സംഗതിയെക്കുറിച്ച് വീണ്ടും ഹോംസ് സൂചിപ്പിച്ചുള്ളൂ. പൈപ്പിൽ തീ പിടിപ്പിച്ച് തണുപ്പനായി കൂട്ടിയിട്ടിരിക്കുന്ന തീയിലേക്ക് കാലും നീട്ടി ഹോംസ് ഇരുന്നു. പെട്ടെന്ന് അദ്ദേഹം തന്റെ വാച്ചിലേക്ക് നോക്കി. കാര്യങ്ങൾ പുരോഗതി പ്രതീക്ഷിക്കുന്നു വാട്സൺ. എപ്പോൾ? ഇപ്പോൾ തന്നെ. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വളരെ അസാധാരണമായൊരു ചെറിയൊരു നാടകത്തിന്റെ അവസാന രംഗത്തിന് താങ്കൾ സാക്ഷിയാവാൻ പോവുകയാണ്. ഗോവണിപ്പടികൾ ശബ്ദിക്കുന്നത് കേട്ടു. ഞങ്ങളുടെ മുറിയുടെ കതക് തുറക്കപ്പെട്ടു. ആ വാതിലിലൂടെ കടന്നു വന്നത് ഉയരവും വലിപ്പവും കൂടിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. സ്വർണവർണ്ണമുള്ള മീശയും നീല കണ്ണുകളും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ സൂര്യപ്രകാശത്തിൽ നിറം മങ്ങിയ ഇരുണ്ട തൊലി. ശ്വാസവേഗത്താൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന നെഞ്ചോടെ അയാൾ തിളച്ചുമറിയുന്ന എന്തോ വികാരം കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് മുമ്പിൽ നിന്നു. ക്യാപ്റ്റൻ ക്രോക്കർ, ഇരിക്കണം. നിങ്ങൾക്ക് എന്റെ ടെലഗ്രാം കിട്ടി? ഹോംസ് ചോദിച്ചു. ഞങ്ങളുടെ സന്ദർശകൻ കൈയുള്ള ഒരു കസേരയിലേക്ക് അമർന്നു. എന്നിട്ട് ചോദ്യഭാവത്തിൽ ഞങ്ങൾ ഇരുവരെയും മാറി മാറി നോക്കി. എനിക്ക് താങ്കളുടെ ടെലഗ്രാം കിട്ടി. അതനുസരിച്ച് താങ്കൾ ആവശ്യപ്പെട്ട സമയത്ത് ഞാൻ എത്തിയിരിക്കുന്നു. താങ്കൾ കപ്പൽ കമ്പനിയുടെ ഓഫീസിൽ ചെന്നിരുന്നതായി ഞാൻ അറിഞ്ഞു. താങ്കളിൽ നിന്നും രക്ഷപ്പെടുക സാധ്യമല്ല. ശരി, മോശമായത് സംഭവിക്കാൻ പോവുകയാണ്. പറയൂ, കേൾക്കട്ടെ. എന്നെ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? അറസ്റ്റ് ചെയ്യുകയോ? തുറന്നു പറയൂ, അയാൾ വികാരം കൊണ്ട് മെല്ലെ ചോദിച്ചു. ക്യാപ്റ്റൻ ക്രോക്കർ, നിങ്ങളൊരു സാധാരണ കുറ്റവാളിയായിരുന്നെങ്കിൽ ഞാനിവിടെ നിങ്ങൾക്കൊപ്പം പുകവലിച്ചിരുന്ന് സംസാരിക്കില്ലായിരുന്നു. നിങ്ങൾക്കത് ഉറപ്പുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്നോടൊന്നും മറച്ചു പിടിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എങ്കിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. എന്നെ പറ്റിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കും. ഹോംസ് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്നാണ്? അഭിഗ്രഹൻസിൽ ഇന്നലെ രാത്രി നടന്ന സംഭവത്തിന്റെ സത്യസന്ധമായ ഒരു വിവരണം നൽകുക. ഒന്നും ഒളിച്ചു പിടിക്കരുത്, ഒന്നും കൂട്ടിച്ചേർക്കുകയും അരുത്. നിങ്ങൾ നുണ പറയുന്ന നിമിഷം ഞാൻ ഈ പോലീസ് വിസിൽ മുഴക്കും. അതോടെ കാര്യങ്ങൾ എന്റെ പിടിയിൽ നിന്നും എന്നേക്കുമായി വിട്ടുപോവുകയും ചെയ്യും. നാവികൻ ഒരു നിമിഷം ചിന്തയിൽ ആണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ വാക്ക് പാലിക്കുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വെള്ളക്കാരനുമാണല്ലോ. മുഴുവൻ കഥയും ഞാൻ താങ്കളോട് പറയാം. പക്ഷേ ആമുഖമായി ഞാൻ അല്പം പൂർവകാല ചരിത്രം പറയട്ടെ. റോക്ക് ഓഫ് ജിബ്രാൾട്ടറിൽ ഞാൻ ഫസ്റ്റ് ഓഫീസർ ആയിരിക്കവേ ആ കപ്പലിലെ ഒരു യാത്രക്കാരിയായിട്ടാണ് ഞാൻ മേരിയെ പരിചയപ്പെട്ടതെന്ന് താങ്കൾക്ക് അറിയാമെന്ന് ഊഹിക്കുന്നു. ഞാൻ അവളെ കണ്ടുമുട്ടിയ ദിവസം തന്നെ
അവൾ എനിക്ക് വേണ്ടി ഉള്ളവളാണെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അവളല്ലാതെ മറ്റൊരു സ്ത്രീ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ യാത്രയുടെ ഓരോ ദിവസവും കഴിയും തോറും ഞാൻ അവളെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു. തികച്ചും മാന്യമായി അവൾ എന്നോട് പെരുമാറിയിരുന്നു. എനിക്ക് അവളെക്കുറിച്ച് യാതൊരു പരാതിയും പറയാനില്ല. ഞങ്ങൾ പിരിഞ്ഞപ്പോൾ മേരി സ്വതന്ത്രയായിരുന്നു. പിന്നീട് മേരിയുടെ വിവാഹത്തെക്കുറിച്ച് ഞാൻ കേട്ടു. അവൾക്കിഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് എന്താണ് തരക്കേട്? പണവും പ്രതാപവും അവളേക്കാൾ കൂടുതലായി മറ്റാർക്ക് യോജിക്കും? മേരിയുടെ വിവാഹത്തിൽ ഞാൻ ദുഃഖിച്ചില്ല. ഞാൻ അത്രയ്ക്ക് സ്വാർത്ഥനായിരുന്നില്ല. അവൾക്ക് കൈവന്ന മഹാഭാഗ്യത്തിൽ മനസ്സമാധാനിച്ചു. മേരി വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എൻ്റെ അവസാനത്തെ കപ്പൽ യാത്രയ്ക്ക് ശേഷം ക്യാപ്റ്റനായി എനിക്ക് ഉദ്യോഗ കയറ്റം ലഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു നാൾ ഞങ്ങളുടെ ഗ്രാമവീഥിയിൽ വെച്ച് അവളുടെ ഭൃത്യ തെരേസയെ ഞാൻ കണ്ടുമുട്ടാൻ ഇടയായി. തെരേസ എന്നോടെല്ലാം പറഞ്ഞു. മേരിയെക്കുറിച്ച്, അവനെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ചും. തെരേസ പറഞ്ഞ കാര്യങ്ങൾ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതായിരുന്നു. എൻ്റെ മേരിയുടെ ചെരുപ്പ് നക്കാൻ പോലും യോഗ്യതയില്ലാത്ത മദ്യപാനിയായ ഈ മനുഷ്യൻ അവളെ തല്ലാറുണ്ടായിരുന്നു. ഞാൻ വീണ്ടും തെരേസയെ കണ്ടുമുട്ടി. പിന്നീട് ഞാൻ മേരിയെ തന്നെ നേരിൽ കണ്ടു. എൻ്റെ കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പായി മേരിയെ ഒരിക്കൽ കൂടി കാണാൻ ഞാൻ തീരുമാനിച്ചു. തെരേസയിൽ നിന്ന് ആ വീടിൻ്റെ ചുറ്റുപാടുകൾ ഞാൻ മനസ്സിലാക്കി. താഴത്തെ നിലയിലുള്ള ചെറിയ മുറിയിലിരുന്ന് മേരി വായിക്കാറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ രാത്രി അവളുടെ മുറിക്കുവളിൽ പതുങ്ങിച്ചെന്ന് ജനലിൽ ചുരണ്ടി. മറുവശത്തുള്ള വലിയ ജനാലയ്ക്കടുത്ത് വരാൻ അവൾ എന്നോട് രഹസ്യമായി മന്ത്രിച്ചു. അവളത് തുറക്കുകയും ഞാൻ ഭക്ഷണമുറിയിൽ പ്രവേശിക്കുകയും ചെയ്തു. എൻ്റെ രക്തം തിളയ്ക്കാൻ പോകുന്ന കാര്യങ്ങൾ വീണ്ടും ഞാൻ അവളിൽ നിന്ന് കേട്ടു. അപ്പോഴാണ് അവൻ ഒരു ഭ്രാന്തനെ പോലെ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നത്. ഏറ്റവും നീചവും നിന്ദ്യവുമായ ഒരു പേര് അവളെ അവൻ വിളിച്ചു. അവൻ്റെ കയ്യിലിരുന്ന വടികൊണ്ട് അവളുടെ മുഖത്തടിച്ചു. ഞാൻ അടുത്തു കിടന്നിരുന്ന പോക്കറിനായി മുന്നോട്ട് ചാടി. മാന്യമായ ഒരു മൽപ്പിടുത്തമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായത്. ഒരു ചീഞ്ഞ പഴം തച്ചുടയ്ക്കുന്നത് പോലെ ഞാൻ അവനെ തകർത്തു. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ, രണ്ടിലൊരാൾ മരിച്ചേ പറ്റൂ. അതായിരുന്നു സ്ഥിതി. അങ്ങനെയാണ് ഞാൻ അവനെ കൊന്നത്. ശരി മാന്യരെ, നിങ്ങളായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? അവൻ മേരി അടിച്ചപ്പോൾ അവൾ ഉറക്കെ കരഞ്ഞു. ആ കരച്ചിൽ കേട്ടാണ് മുകളിലത്തെ മുറിയിൽ ഉണ്ടായിരുന്ന തെരേസ താഴെ എത്തിയത്. അലമാരയിൽ ഒരു കുപ്പി വൈൻ ഇരുന്നിരുന്നത് തുറന്ന് അതിൽ നിന്ന് അല്പമെടുത്ത് മേരിയുടെ വായിലേക്ക് ഞാൻ പകർന്നു കൊടുത്തു. കാരണം ഭയവും ഞെട്ടലും കൊണ്ട് അവൾ പകുതി മരിച്ച നിലയിലായിരുന്നു. ഞാനും അല്പം കഴിച്ചു. തെരേസയാവട്ടെ യാതൊരു പരിഭ്രമവും കൂടാതെ പെരുമാറി. മോഷ്ടാക്കൾ ചെയ്ത പണിയാണെന്ന് വരുത്തി തീർക്കേണ്ടത് ഉണ്ട്. ഞാൻ മുകളിൽ കയറി മണിയുടെ ചരട് മുറിക്കുമ്പോൾ പറയേണ്ടതായ കഥ തെരേസ യജമാനത്തേക്ക് പല പ്രാവശ്യം ഉരുവിട്ടു കൊടുത്തു. എന്നിട്ട് ഞാൻ മേരി കസേരയിലിരുത്തി ബന്ധിച്ചു. ചരടിന്റെ അഗ്രം വലിച്ച് പൊട്ടിച്ചതാണെന്ന് വരുത്തി തീർക്കാനായി പിഞ്ചിപ്പോയ രീതിയിലാക്കി. പിന്നീട് ചില വെള്ളിപ്പാത്രങ്ങൾ ഞാൻ സംഭരിച്ചു. മോഷണത്തിന്റെ ചായ നൽകുവാനായി വെള്ളിപ്പാത്രങ്ങൾ കുളത്തിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ സൈഡൻഹാമിലേക്ക് തിരിച്ചു. എൻ്റെ ജീവിതത്തിൽ ചെയ്യാവുന്നതിലേക്കും നല്ല ജോലി ചെയ്തു തീർത്ത സംതൃപ്തിയോടെ. ഹോംസ് എണീറ്റ് അയാളുടെ കൈപിടിച്ച് കുലുക്കി. നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും സത്യമാണ്. അവ എനിക്ക് അറിവുള്ളതാണ്. ഒരു സർക്കസ് അഭ്യാസിക്കോ ഒരു നാവികനോ മാത്രമേ ചുവരന്മേൽ പതിപ്പിച്ചിട്ടുള്ള ചട്ടത്തിന്മേൽ കയറി നിന്നുകൊണ്ട് മണിയുടെ ചരട് മുറിക്കാൻ കഴിയുകയുള്ളൂ എന്നെനിക്ക് നിശ്ചയമുണ്ടായിരുന്നു. കസേരയിൽ കണ്ട കെട്ടുകളിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരു നാവികന് മാത്രമേ അത്തരം കെട്ടുകൾ കെട്ടാൻ കഴിയുകയുള്ളൂ എന്ന്. ഈ യുവതിയാകട്ടെ അവളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ നാവികരുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. അത് ഇംഗ്ലണ്ടിലേക്കുള്ള കപ്പൽ യാത്രക്കിടയിലാണ്. അയാളെ അവൾ സ്നേഹിച്ചിരുന്നുവെന്ന് അയാളെ രക്ഷിക്കാൻ അവൾ ശ്രമിച്ചതിൽ നിന്നും വ്യക്തമായിരുന്നു. ശരിയായ പാതയിലൂടെ എൻ്റെ അന്വേഷണം നീങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങളെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു. ക്യാപ്റ്റൻ ക്രോക്കർ, ഇവിടെ നോക്കൂ. ഏറ്റവും പ്രകോപനപരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ ഏതൊരു മനുഷ്യനും പ്രതികരിക്കുന്ന വിധത്തിലാണ് നിങ്ങളും പെരുമാറിയതെന്ന് ഞാൻ സമ്മതിക്കുന്നു.
എനിക്ക് നിങ്ങളോട് അതിയായ സഹതാപമുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒളിവിൽ പോകുമെങ്കിൽ ഞാൻ ഉൾപ്പെടെ ആരും നിങ്ങളെ തടയില്ല. ഹോംസ് നിയമത്തെ ബഹുമാനിച്ചിരുന്നെങ്കിലും സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് യുക്തിപൂർവമാണ് അദ്ദേഹം വിധിച്ചിരുന്നത്. തുടരും.